നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 289 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക വിവരം. മരിച്ചവരിൽ 100ഓളം പേർ ഇന്ത്യക്കാരെന്ന് സൂചന. 288 ഇന്ത്യൻ പൗരന്മാരുടെ വിവരം ലഭ്യമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ മലയാളികളായ 33 പേരെ ഇതുവരെ ബന്ധപ്പെടാനായില്ല. കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി സഞ്ചരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തിയെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. So the first group of 73 people who are working on Trishuli 1 power project and 49 nationals from Tamil Nadu, Indian nationals from Tamil Nadu, who travelled for Kailash Mansarovar Yatra. There are a group of 32 nationals from Indian nationals from West Bengal who travelled with the help of Samrat Travels. Then a group of 61 Indian nationals from different states who travelled through Richa Tours. And then a group of 33 Indian nationals from Kerala. ആകെ 1500-ൽ അധികം പേരെ കാണാതായെന്നാണ് പുറത്തുവരുന്ന വിവരം. നേപ്പാളിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. മഴയും ദുർഘടമായ ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ആവുകയാണ്. വിവരങ്ങളുമായി ഹരിത ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഹരിത, എന്തായാലും വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ്. ഓരോ മണിക്കൂർ കഴിയും തോറും ഈ എണ്ണം കൂടി വരുന്നുണ്ട്. മരണസംഖ്യ ഉയരുന്നു എന്നത് മാത്രമല്ല, കൂടുതൽ ആളുകൾ, കാണാതായ ആളുകളുടെ എണ്ണം ഉയരുന്നു. മലയാളികളെക്കുറിച്ചും, ഈ ബന്ധപ്പെടാനാകാത്ത മലയാളികളെക്കുറിച്ചും വിദേശകാര്യ മന്ത്രാലയം ചില സൂചനകൾ നൽകിയാണ്. അവിടെയും ആശങ്ക തുടരുകയാണ്. സുജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ആശങ്ക ഉണർത്തുന്നു. അതുപോലെ തന്നെ ഖേദകരമായിട്ടുള്ളൊരു വാർത്തയാണ് നേപ്പാളിലെ മിന്നൽ പ്രളയം എന്നുള്ളത്. ഹിമ കാരണം ഉണ്ടാകുന്ന തടാകത്തിൻ്റെ വിസ്ഫോടനമാണ് ഇത്തരത്തിലുള്ളൊരു മിന്നൽ പ്രളയത്തിന് കാരണമായിരിക്കുന്നത്. ഇതിൽ 289 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1500ഓളം പേരെ കാണാതായിട്ടുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് തന്നെയാണ് പ്രദേശത്ത് നടക്കുന്നത്. പക്ഷേ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം ഉണ്ടായ ചെളിയും കെട്ടിടാവശിഷ്ടങ്ങളിലും കുടുങ്ങി കിടക്കുന്നവർ എത്ര പേരാണെന്ന് ഇതുവരെയും ഒരു അന്തിമ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെയധികം പ്രതിസന്ധിയിലും കൂടെയാണ്. ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബെയ്ലി പാലം നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായഹസ്തവുമായിട്ട് നേപ്പാളിനോട് എത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയതായിട്ട് ലഭ്യമാകുന്ന വിവരം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു അപകടത്തിൽ നിരവധി ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള സ്വദേശികളെയാണ് കാണാതായിരിക്കുന്നതെന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ 288 ഇന്ത്യക്കാരെയാണ് കാണാതായിരിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കുറച്ചു മുമ്പേ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 33 മലയാളികളെ കാണാതായിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ടെന്ന്. പ്രളയത്തിൽ, ഈ നേപ്പാളിനെ സംബന്ധിച്ച് ഉണ്ടായ പ്രളയത്തിൽ 40 കിലോമീറ്ററോളം റോഡ് ഒലിച്ചു പോയതായിട്ട് പറയപ്പെടുന്നു. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. അതുപോലെ തന്നെ നിരവധി ആൾക്കാരെ കാണാതായി, 1500ഓളം പേരെ കാണാതായെന്നുമാണ് പറയുന്നത്. ഇന്ത്യയും അതുപോലെ തന്നെ ജർമ്മൻ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായഹസ്തവുമായിട്ട് എത്തുമെന്നും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിനുള്ളിൽ പുതിയ വിവരങ്ങൾ അറിയാൻ സാധിക്കും. സുജീഷ്.